ഞാൻ കാരണം പലതവണ നിന്റെ കണ്ണു നിറഞ്ഞിട്ടുണ്ട്. ആ കണ്ണുനീർത്തുള്ളിയിൽ എൻ്റെ സ്നേഹത്തിൻ്റെ നനമുണ്ട്. വെറുതെയുള്ള ഭാര്യ എന്ന മഴവിൽ മനോരമയിലെ റിയാലിറ്റി ഷോയിൽ ഭാര്യയ്ക്ക് ഒരു കത്തെന്ന സെഗ്മെന്റിൽ ഫിലിപ്പ് മമ്പാട് എന്ന മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ ഭാര്യ ലോളിക്ക് കത്തെഴുതിയത് വായിച്ചപ്പോൾ വലിയ രീതിയിൽ ആ വീഡിയോ വൈറലായിരുന്നു. അന്ന് ആ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്ത സമയത്ത് കമന്റ് ബോക്സിൽ ഫിലിപ്പ് സാറിനെ കുറിച്ച് ധാരാളം കമന്റുകളും വന്നു. ഫിലിപ്പ് സാറിന്റെ കത്ത് വായിക്കുന്നത് എത്ര തവണ കേട്ടുവെന്ന് തന്നെ ഓർക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് കേട്ടു. ലോളിക്കുട്ടി ഭാഗ്യവതിയാണ്, സുന്ദരമായ ഭാവി ജീവിതം ആശംസിക്കുന്നുവെന്ന് നിരവധി ആളുകൾ പറഞ്ഞു. അന്ന് മാതൃകാ ഭർത്താവായും ഉത്തമ ഭർത്താവായും നിറഞ്ഞാടിയ ഫിലിപ്പിന് പോക്സോ കേസ് പ്രതിയാണ്. 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ലോഡ്ജിൽ വെച്ച് പീഡിപ്പിച്ചെന്ന കേസിൽ മോട്ടിവേഷണൽ സ്പീക്കറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ കസ്റ്റഡിയിലായി എന്ന വാർത്ത പുറത്തു വന്നപ്പോൾ വെറുതെയല്ല ഭാര്യയിലെ ആ സംഭവം ഇപ്പോൾ ചർച്ചയാവുകയാണ്. മുൻ പോലീസ് ഉദ്യോഗസ്ഥനായ ഫിലിപ്പ് മമ്പാടിനെയാണ് നിലമ്പൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കേവലം 16 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന പരാതിയിലാണ് പോക്സോ കേസിൽ ഇയാൾ പിടിയിലാവുന്നത്. 2022 സെപ്റ്റംബറിൽ നടന്ന ലൈംഗിക അതിക്രമ പോക്സോ കേസിലാണ് പോലീസ് നടപടി. കോഴിക്കോട് ചേവായൂർ സ്വദേശിയായ 16 വയസ്സുകാരിക്ക് നേരെയായിരുന്നു ഈ അതിക്രമം. ഇന്നലെ രാത്രി വൈകിയാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുമെന്നാണ് വിവരം. മോട്ടിവേഷണൽ സ്പീക്കറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ഫിലിപ്പ് മമ്പാട് സാമൂഹിക മാധ്യമങ്ങളടക്കം നിരവധി വീഡിയോ പങ്കുവയ്ക്കാറുണ്ട്. 16 വയസ്സുകാരിയെ കാസർഗോഡ് കൊണ്ടുപോയി ലോഡ്ജിൽ വെച്ച് പീഡിപ്പിച്ചെന്നാണ് പരാതി. കോഴിക്കോട് ജില്ലയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. പ്രതി നിലമ്പൂർ പോലീസ് കസ്റ്റഡിയിലാണ്. 2025 സെപ്റ്റംബറിലാണ് കേസിനാസ്പദമായ സംഭവം. സാമൂഹിക മാധ്യമങ്ങളിൽ നിരവധി ആരാധകരുള്ള ഫിലിപ്പ് മമ്പാട് കൗമാരക്കാർക്ക് കൗൺസിലിംഗും ട്രെയിനിങ്ങും നൽകുന്ന ഇൻഫ്ലുവൻസറായാണ് അറിയപ്പെടുന്നത്. ഒടുക്കം കൗമാരക്കാരുടെ മെന്റർ തന്നെ ഒരു കൗമാരക്കാരിയെ പീഡിപ്പിച്ചിരിക്കുന്നു. മാനസിക വെല്ലുവിളി നേരിടുന്ന 16 വയസ്സുള്ള പെൺകുട്ടിയെ ഫിലിപ്പ് മമ്പാടിന്റെ അടുത്ത് കൗൺസിലിംഗിന് കൊണ്ടുവന്നപ്പോഴാണ് സംഭവം. കാഞ്ഞങ്ങാടുള്ള ഒരു ഹോട്ടലിൽ വെച്ച് കുട്ടിയെ പീഡനത്തിനിരയാക്കിയെന്നാണ് പരാതിയിൽ പറയുന്നത്. രക്ഷിതാക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് നടപടി. നിലവിൽ പോക്സോ വകുപ്പ് പ്രകാരമാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇയാളുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. സോഷ്യൽ മീഡിയയിൽ മാതൃകാ ഭർത്താവായി തിളങ്ങുകയും കുടുംബ ബന്ധങ്ങളെക്കുറിച്ച് വാചാലനാവുകയും ചെയ്തിരുന്ന ഫിലിപ്പ് മമ്പാട് പോക്സോ കേസിൽ അറസ്റ്റിലായ വാർത്ത ഞെട്ടലോടെയാണ് മലയാളി സമൂഹം കേട്ടത്. മഴവിൽ മനോരമയിലെ വെറുതെയല്ല ഭാര്യ എന്ന റിയാലിറ്റി ഷോയിലൂടെയാണ് ഫിലിപ്പ് മമ്പാട് മലയാളികൾക്കിടയിൽ പരിചിതനായത്. ഷോയിലെ ഭാര്യയ്ക്കൊരു കത്തെന്ന സെഗ്മെന്റിൽ തന്റെ ഭാര്യ ലോളിക്ക് ഇയാൾ എഴുതിയ കത്ത് വൈകാരികമായ കത്തക്കാലത്ത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അന്ന് ഇയാളെ ഒരു ഉത്തമ ഭർത്താവായി ആരാധകർ വാഴ്ത്തി. ഇതിന് പിന്നാലെയാണ് ആ സ്വാധീനവും സോഷ്യൽ മീഡിയ വിസിബിലിറ്റിയും ഒക്കെ ഉപയോഗിച്ച് പോലീസ് ജീവിതം അവസാനിപ്പിച്ച് ഇയാൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിലും മോട്ടിവേഷണൽ സ്പീക്കർ എന്ന നിലയിലും ഇയാൾക്ക് ജനപ്രീതി ലഭിക്കുന്നത്. കൗമാരക്കാർക്കായി കൗൺസിലിംഗും ട്രെയിനിങ് ക്ലാസ്സുകളും ഇയാൾ സ്ഥിരമായി നടത്തി വരാറുണ്ടായിരുന്നു. സാമൂഹിക മാധ്യമങ്ങളിൽ സദാചാരത്തെക്കുറിച്ചും കുടുംബ ബന്ധങ്ങളെക്കുറിച്ചും അതിന്റെ പവിത്രതയെക്കുറിച്ചും നിരന്തരം വീഡിയോകൾ പങ്കുവച്ചിരുന്ന ഒരാൾ തന്നെയാണ് ഇപ്പോൾ ഗുരുതരമായ ക്രിമിനൽ കേസിൽ പ്രതിയായിരിക്കുന്നത്. കൗമാരക്കാർക്ക് വഴികാട്ടിയാകേണ്ടി തന്നെ ഒരു വ്യക്തി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ചൂഷണം ചെയ്തെന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും വഴിതെളിച്ചിട്ടുണ്ട്.